ലാലേട്ടൻ ഉമ്മയോട് ചോദിക്കുന്നത് ഇവിടെ ഉള്ളവർക്ക് പി ആർ ഉണ്ടോ? ഉമ്മ പറയുന്നത് പെരിയാറെന്നാണ്. ഇവിടെ ഉള്ളവർക്ക് പെരിയാറുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഉമ്മ പറയുന്നത് ആ ഉണ്ട്, എല്ലാവർക്കും ഉണ്ടോ? ആ എല്ലാവർക്കും ഉണ്ടെന്ന് പറയുന്നു ഉമ്മ. എങ്കിൽ നമ്മൾക്ക് അവരോടൊന്ന് ചോദിക്കാം അവർക്ക് പെരിയാറുണ്ടോ എന്ന്. അങ്ങനെ ലാലേട്ടൻ ഹൗസിലോട്ട് ചോദിക്കുകയാണ്. ഉമ്മ പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും പെരിയാറുണ്ടെന്നാണ്. ഉമ്മ പറയുന്നത് പെരിയാറുണ്ടെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് പെരിയാറുണ്ടോ? എന്നിട്ട് ലാലേട്ടൻ ചോദിക്കുന്നത് സാബുമോനോടാണ്. എനിക്ക് പി ആറൊന്നും ഇല്ല ലാലേട്ടാന്ന് പറയും. അപ്പോൾ പി ആറിനെ പറ്റി അറിയാവുമെന്ന് ചോദിക്കും. ആ പി ആറിനെ പറ്റി അറിയാം ലാലേട്ടാ, എന്നാ ഒന്ന് പറഞ്ഞെന്ന് പറയട്ടെ. അത് നമ്മൾ ബിഗ് ബോസിൽ കയറുന്നതിന് മുമ്പേ ഒരു ടീം വരും. അവർ വന്ന് ഇവിടെ എങ്ങനെ നിൽക്കണം എങ്ങനെ കളിക്കണം എന്നൊക്കെ നമുക്ക് പറഞ്ഞു തരും. എന്നിട്ട് ഇവിടെ വന്ന് ആക്റ്റീവായി നിൽക്കാൻ പറയും. അപ്പോൾ അവർ തന്നെ നമ്മുടെ ഓരോ ക്ലിപ്സൊക്കെ എടുത്ത് അവർ നമ്മളെ ഒരു ഹീറോ ആക്കാൻ ശ്രമിക്കും. അങ്ങനെയൊക്കെയാണ് പി ആർ എന്നാണ് എനിക്കറിയാവുന്നത്. അപ്പം ഇത്ര കറക്റ്റായിട്ട് നിങ്ങൾക്കിത് എങ്ങനെ അറിയാമെന്ന് ലാലേട്ടൻ സാബുവിനോട് ചോദിക്കുന്നത്. ഇയാൾക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇത്ര ഡീറ്റെയിൽ ആയിട്ടൊക്കെ പറയുന്നത്. അയ്യോ, ഞാൻ പറഞ്ഞില്ല ലാലേട്ടാ എനിക്ക് പി ആറിനെ കുറിച്ച് അറിയില്ലെന്ന്. അപ്പോൾ ഇതുകൊണ്ട് എന്തെങ്കിലും ഗുണം ഉണ്ടാവുമോ? അപ്പോൾ ഇത്രയും അറിയാവുന്ന ഒരാൾ എന്തിനാ കളിക്കാൻ വന്നെന്ന് ചോദിക്കുന്നത്. എന്നാൽ പിന്നെ പൈസ കൊടുത്തിട്ട് കുറേ പി ആർ വഴി കളിച്ച് ജയിച്ചാൽ പോരെന്ന് ചോദിക്കുന്നത്. എനിക്കറിയാവുന്ന നമ്മൾ പി ആർ കൊടുത്താലും ഇവിടെ വന്നിട്ട് കുറച്ച് കളിക്കണം എന്ന് പറയുന്നു. അപ്പോൾ അത്തരം ലാലേട്ടൻ ചോദിക്കും അപ്പോൾ സാബുമോൻ ഇവിടെ വന്നിട്ട് കളിക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. അല്ല, ഞാൻ അത്ര കളിക്കുന്നത് പറയത്തില്ല, എന്നാലും ഞാൻ ടാസ്ക് ഒക്കെ നല്ലതായിട്ട് ചെയ്യുന്ന ലാലേട്ടാന്ന് പറയുന്നത്. പിന്നെ കുറച്ച് പരിപാടി അവിടെ ഇവിടെയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു. ആദില നൂറയ്ക്ക് പി ആർ ഉണ്ടെന്ന് ആരാ പറഞ്ഞത്? അനീഷ് എന്ന് വിളിക്കുന്നു ലാലേട്ടൻ. അപ്പോൾ അനീഷ് പറയുന്നത് അവരിടുന്ന ഡ്രസ്സൊക്കെ കൊളാബാണെന്നാണ് സാറേ ഞാൻ പറഞ്ഞതെന്ന് പറയുന്നത്. അപ്പോൾ ആദില നൂറയും പറയുന്നത് അല്ല പി ആർ ഉണ്ടെന്നും പറഞ്ഞെന്ന് പറയുന്നത്. അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നത് എന്താണ് ഈ കൊളാബറേഷൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്ന് ചോദിക്കുന്നത്. ഇവരിടുന്ന ഡ്രസ്സുകളൊക്കെ വേറൊരാളെ ഇവർക്ക് കൊടുക്കുന്നതാണെന്ന് പറയുന്നത്. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞത് അത് മുന്നേ ഉള്ള സീസണുകളിൽ എല്ലാവർക്കും കൊടുക്കുന്നത്, അതിനെന്താ കുഴപ്പം? എന്താ അനീഷിന് കിട്ടാറില്ലെന്ന് ചോദിക്കുന്നത്. അപ്പോൾ അനീഷ് പറയുന്നത് എൻ്റെ നാട്ടിലുള്ള ഒരു കടയിൽ നിന്നാണ് എൻ്റെ ഈ സാധനങ്ങളൊക്കെ വരുന്നതെന്ന് പറഞ്ഞത്. അപ്പം ലാലേട്ടൻ പറഞ്ഞത് അത് വേറൊരു കൊളാബറേഷനാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്നത് മാത്രം കൊളാബറേഷൻ അല്ല, എല്ലാം കൊളാബറേഷനാണ് മോനെ എന്ന് പറയുന്നത്. സാർ ഞാൻ പൈസ കൊടുത്തിട്ടാണെന്ന് പറയുന്നത്. അപ്പോൾ ഷാനാസ് പറയുന്നത് ഞങ്ങളും പൈസ കൊടുത്തിട്ടാണെന്ന് പറയുന്നത്. ആയിക്കോട്ടെ, നിങ്ങൾ ഭയങ്കര സൗകര്യങ്ങളുള്ള ഒരാളായതുകൊണ്ടായിരിക്കും, അവർ പാവങ്ങളായതുകൊണ്ടായിരിക്കും എന്ന് ലാലേട്ടൻ പറയുന്നത്. വേണമെങ്കിൽ നമുക്ക് കൊളാബറേഷനെ കുറച്ച് സഭ്യമായിട്ട് സംസാരിക്കാമായിരുന്നു ആദിലാന്ന് ലാലേട്ടൻ ആദിലയോട് പറയുകയാണ്. ലാലേട്ടൻ അത് ഞാൻ വെറുതെ ഷൗട്ട് ചെയ്താൽ, പുള്ളി ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഞാൻ വെറുതെ സംസാരിച്ചതാണ്. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞത് ചില വാക്കുകൾ അത് നമ്മൾ സൂക്ഷിച്ചുപയോഗിക്കണം. നിങ്ങളിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന എന്താണ് കുറച്ച് മാന്യവും സഭ്യവുമായിട്ടുള്ള വാക്കുകളെന്ന് പറയുന്നത്. നിങ്ങൾ മാത്രമല്ല അവിടെയുള്ള പലരിൽ നിന്നും കുറച്ചുകൂടി മര്യാദയ്ക്ക് സംസാരിക്കേണ്ടതാണ്. ഷാനവാസ് പലപ്പോഴും സ്ത്രീകളോട് സംസാരിക്കുന്നത് നല്ല രീതിയിലല്ല. ഞാൻ പലപ്പോഴും ഷാനവാസിന് വാണിംഗ് തന്നതാണ്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞ് ഇതിന് ഞാൻ നിങ്ങളെ വെറുതെ വിടില്ല എന്ന് ലാലേട്ടൻ പറയുന്നത്. നിങ്ങൾക്ക് നല്ലൊരു പണിഷ്മെൻറ്റ് ഞാൻ തരുന്നുണ്ടെന്ന്. നിവിൻ നിനക്ക് കൊളാബറേഷനൊന്നും ഇല്ലേ മോനെ എന്ന് ചോദിക്കുന്നു. ഈ ജീൻസ് എനിക്ക് തായ്ലൻഡിൽ നിന്ന് എവിടെ നിന്നോ കിട്ടിയതാണെന്ന് പറയുന്നത്. ഞാൻ അറിഞ്ഞത് എന്തോ ഒരു കൊളാബറേഷൻ എന്തോ ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞപ്പോൾ അവർ നിർത്തിക്കളഞ്ഞു എന്ന് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു ഞാൻ ബിഗ് ബോസിലോട്ടൊക്കെ പോവുകയാണെന്ന് പറഞ്ഞിട്ട് 5 വീക്കിലേക്കുള്ള സ്ട്രെസ് ഞാൻ എടുത്ത് കഴിഞ്ഞപ്പോൾ അവർ പറയുകയാണ് അയ്യോ ഓണമൊക്കെ വരുവാണ് 5 എണ്ണമൊന്നും തരാൻ പറ്റത്തില്ലെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള കാശ് കൊടുത്ത് ഞാൻ വാങ്ങിയെന്ന് പറയുന്നത്. പക്ഷേ ഞാൻ അറിഞ്ഞത് നിങ്ങൾ അവർ ഡിസൈൻ ചെയ്ത സാധനം നിങ്ങൾ ഡിസൈൻ ചെയ്തതാണെന്ന് പറഞ്ഞപ്പം അത് അവർ നിർത്തിയെന്നാണ് ഞാൻ അറിഞ്ഞതെന്ന് പറയുന്നത്. അപ്പം നിവിൻ ഇങ്ങനെ ഒരുമാതിരി നോക്കുന്നുണ്ട്. ലാലേട്ടൻ പറയുന്നത് ഇരുന്നോള് ചുമ്മാ എന്ന് പറയുന്നത്. അനുമോട് പറഞ്ഞത് 16 ലക്ഷം രൂപ കൊടുത്തെന്നാണ്. അത് ശരിയാണോ ഉമ്മ? കൊടുത്തെന്നാണ് പറയുന്നത്. എന്നാൽ കൊടുത്താലും പുറത്ത് നിൽക്കുന്നവരത് ശരിയാകണമെന്നില്ലല്ലോ എന്ന് പറയുന്നത്. അപ്പം ലാലേട്ടൻ പറയുന്നത് കറക്റ്റ്. പുറത്ത് നിൽക്കുന്നവർക്ക് ഈ പെരിയാറിൻ്റെ കഥയൊന്നും അറിയത്തില്ല. അകത്ത് നിൽക്കുന്നവർ നന്നായിട്ട് കളിച്ചാലേ അവരെ പുറത്ത് നിൽക്കുന്നവർ സപ്പോർട്ട് ചെയ്തോളെന്ന് ലാലേട്ടൻ പറയുന്നത്. പിന്നെ അനീഷിന് പെരിയാറെന്ന് പറയുന്ന അറിയത്തേയില്ല. അത് നമുക്ക് സമ്മതിച്ച് കൊടുക്കാൻ പറ്റുമോ ഉമ്മ എന്ന് ഉമ്മയോട് ചോദിക്കുന്നത്. അത് നമുക്ക് സമ്മതിച്ച് കൊടുക്കാൻ പറ്റത്തില്ലെന്ന് ഉമ്മ പറയുന്നു. അനീഷിനെ അറിയുകയൊക്കെ ചെയ്യാതെ അനീഷ് അറിയുന്നില്ലെന്ന് നടിക്കുന്നതാണ്. അപ്പോൾ ലാലേട്ടൻ പറയുന്നത് കണ്ടോന്ന്. ഡീപ്പായിട്ട് എനിക്കറിയില്ല ലാലേട്ട, ഡീപ്പായിട്ട് എനിക്കറിയില്ലെന്ന് അനീഷ് പറയുന്നത്. വളരെ ആഴത്തിൽ പഠിച്ചിട്ടില്ലെന്ന്. ഇനിയൊരു 3 വർഷം ഉണ്ടല്ലോ, അപ്പോൾ ആ 3 വർഷം ഇതിനെ വളരെ ആഴത്തിൽ പഠിക്കാമെന്ന് ലാലേട്ടൻ പറയുന്നത്. എൻ്റെ സോഷ്യൽ മീഡിയ അടക്കം ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല എന്ന് പറയുന്നത് അനീഷ്. അതൊന്നും ഉമ്മയ്ക്ക് അറിയേണ്ട കാര്യമില്ലെന്ന് ലാലേട്ടൻ. ഉമ്മ നിങ്ങൾ കളിക്കുന്നതിന് ഏറ്റവും കറക്റ്റായിട്ട് അഭിപ്രായം പറയുന്ന ഒരാളാണ് ഉമ്മ. ഈ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഉപദേശം എന്താണ് എന്ന് ലാലേട്ടൻ ഉമ്മയോട് ചോദിക്കുന്നു. എല്ലാവരും നന്നായിട്ട് കളിക്കണം. അത് പുറത്തിറങ്ങുമ്പോൾ ഞാൻ എന്താ അങ്ങനെ പറഞ്ഞതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ആരും കഴിഞ്ഞ എപ്പിസോഡിൽ നന്നായിട്ട് കളിച്ചിരുന്നു. ടാസ്ക് ചെയ്തുകൊണ്ട് വന്നപ്പോൾ അത് കുളവാക്കിയത് ഷാനവാസെന്ന്.
അപ്പോൾ ലാലേട്ടൻ പറയുന്നത് ഷാനവാസ് ഈ ഒരു ഗെയിം മാത്രമല്ല ഉമ്മ, എല്ലാ ഗെയിമും അയാൾ കുളവാക്കുന്ന ഒരാളാണെന്ന്. ആദ്യമേ ഷാനവാസ് നന്നായിട്ട് കളിച്ചുകൊണ്ടിരുന്നതാണ്, പക്ഷേ ഇപ്പം ഈ അടുത്ത സമയത്താണ് ഷാനവാസ് കളിക്കാത്തതെന്ന് ഉമ്മ പറയുന്നത്. ഉമ്മയെല്ലാം വിളിച്ചു പറയുന്നത് തോന്നി ലാലേട്ടൻ പറയുന്നത് ശരി ഉമ്മ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വേഗം വരാം. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.